Hello, hi, very good evening. വെൽക്കം ടു മാജിക് ഇംഗ്ലീഷ്. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഏറ്റവും അധികം ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റിന് ആവശ്യമുള്ള ഒരു കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? എന്താണെന്നറിയോ, നമ്മൾക്ക് സംസാരിക്കാൻ ആരും തന്നെ ഇല്ല. ഇംഗ്ലീഷിൽ നിന്നാൽ നമുക്ക് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ടെൻസ് ഫോം ഒന്നും അറിയില്ല. കുറച്ച് വേർബ്സ് ഒക്കെ അറിയാമെന്ന് വെച്ചോളൂ. ചെയ്യുന്ന പ്രവൃത്തികൾ. ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് പറയാനൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, കാലത്ത് എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നിടം വരെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. പിന്നെ ചില ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. എന്നിരുന്നാലും നമ്മൾക്ക് മിക്ക ദിവസവും അത്യാവശ്യം നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷൻസ് ഉണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് വെച്ചിട്ട് പിന്നെ കുറച്ച് ആൾട്രേഷൻസും കൂടെ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കാം. ഞാൻ എൻ്റെ ഒരു ദിവസത്തെ എക്സാമ്പിൾസ് ആണ് നിങ്ങളിലേക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളും അതുപോലെ നിങ്ങളുടെ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അത് നിങ്ങളിങ്ങനെ കമന്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾ അതിങ്ങനെ പറയുകയാണ്, ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ നമ്മൾ കമന്റ് ചെയ്യാണ് ഓൺ ദി സ്പോട്ടിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പറയും നോക്കാം അല്ലെ? ആദ്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതലാണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചൊരു ധാരണ വേണം. എഴുന്നേൽക്കുക എന്നുള്ളതിന് വേക്കപ്പ്, എഴുന്നേൽക്കുക അല്ലെ? പിന്നെയോ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക ചെയ്യാറുണ്ട് അല്ലെ? മെഡിറ്റേറ്റ്, ധ്യാനം ചെയ്യാറുണ്ട്. അതുപോലെ എക്സസൈസ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടാകും. റീഡ് ചെയ്യുന്നുണ്ടാവും. റീഡ് എന്ന് പറഞ്ഞാൽ മതിയാകും. അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഈറ്റ് ഫുഡ് അല്ലെ? ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്, പ്ലേറ്റ് വാഷ് ചെയ്യുന്നുണ്ടാകും, നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്യുന്നുണ്ടാകും. പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ എന്താണ്, നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടാകും, അടിച്ചു വാരുന്നുണ്ടാകും, സ്വീപ്പ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ എന്താ പറയുക, നമ്മുടെ പുസ്തകങ്ങളൊക്കെ ബുക്സൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടാകും, ക്രമീകരിക്കുന്നുണ്ടാകും. പിന്നെയോ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടാകും, കോൾ ചെയ്യുന്നുണ്ടാകും. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? എഴുതുന്നുണ്ടാവും അല്ലെ? ചില കാര്യങ്ങൾ നമ്മൾ എഴുതും, റൈറ്റ് ചെയ്യാറുണ്ട്. പിന്നെയോ വായിക്കാറുണ്ട്, റീഡ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മൾ ടേക്ക് എ ബാത്ത്, കുളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടേക്ക് എ ഷവർ എന്നും പറയാട്ടോ, കുളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെയോ നമ്മൾ ബ്രഷ് പിക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ടീത്തിന് നമ്മൾ ബ്രഷ് ചെയ്യും അല്ലെ? പല്ല് തേക്കും. പിന്നെയോ വേറെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിലേക്ക് പോകും. ഇനിയിപ്പോൾ അധ്യാപകരും അതെ. മറ്റുള്ളവർ അവരവരുടെ ജോബ് ഏരിയയിലേക്ക് പോകും. പോകാറുണ്ട്. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ എക്സ്ട്രാ നമുക്ക് ചേർക്കേണ്ടതുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ ഇങ്ങനെ പറയുകയാണെങ്കിലോ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ആരും ഇനി സംസാരിക്കാൻ കൂടെ ഇല്ല എന്നുള്ളതൊരു വിഷയമാവില്ല. മാത്രമല്ല തെറ്റിയാലും ബുദ്ധിമുട്ടില്ല, ആരും നമ്മളെ കളിയാക്കുകയില്ല അല്ലെ? മാത്രമല്ല നമുക്കതിങ്ങനെ ഓൺ ദി സ്പോട്ടിൽ പറയുന്ന സമയത്ത് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യും. ചില വാക്കുകൾ നമുക്ക് ആ സമയത്ത് കിട്ടിയില്ല എന്ന് വെച്ചോളൂ, അപ്പൊ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ വേർഡ് നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരിക. പ്ലസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് യൂസ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്കത് ഓക്കെ ആവും. ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിങ്ങനെ ഞാൻ കമന്റ് ചെയ്യാണ്. ഇപ്പൊ കഴിഞ്ഞൂല, അത് ശരിക്കും പാസ്റ്റായി. ഈ ഒരു സമയത്ത് ഞാൻ രാവിലെ ഉണർന്നത് മുതൽ ഈ വൈകുന്നേരം ഈ രാത്രി സമയം 7:30 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ പാസ്റ്റാണ്. ശരിക്കും കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭൂതകാലം, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അപ്പോഴത്തേക്ക് വേർബ് ടു ഒക്കെ വരും. ചിലപ്പോൾ വേർബ് ടു വരും. പിന്നെ അതിന്റെ സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, നമുക്കിത് കമന്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട. ഇന്നിപ്പോ ഞാൻ രാവിലെ ആയിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയം മുതൽ എണീറ്റിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. ശ്രദ്ധിക്കൂ. ഐ വേക്ക് അപ്പ് അറ്റ് 4:30 AM. ഐ വേക്ക് അപ്പ്. ഞാൻ എണീറ്റപാടെ ഞാൻ പറയാണ്. ഞാൻ തന്നെ എന്റെ മനസ്സിനോട്, അല്ലെങ്കിൽ ഞാൻ എന്നെ കേൾക്കാൻ വേണ്ടി പറയുവാണ്. ഐ വേക്ക് അപ്പ് അറ്റ് 4:30 AM. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ ഗെറ്റ് ഔട്ട് ഓഫ് മൈ ബെഡ്. ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ബെഡിൽ കിടക്കുകയായിരുന്നല്ലോ, അപ്പൊ ഐ
ഗെറ്റ് ഔട്ട് ഓഫ് മൈ ബെഡ്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം പറയാം. നമ്മൾ കണ്ണ് തുറക്കില്ലേ, ഉറങ്ങുന്ന സമയത്ത് കണ്ണ് അടച്ചിട്ടാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഐ ഓപ്പൺ മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണ് തുറക്കുന്നു. അതുപോലെ ദെൻ ഐ ഗെറ്റ് ഔട്ട് ഓഫ് മൈ ബെഡ്, ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ ഐ ക്ലിയർ മൈ ബെഡ്, ഞാൻ എൻ്റെ ബെഡ് ക്ലിയർ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ദെൻ പിന്നെ എന്താ ചെയ്യുന്നത് പിന്നെ ഞാൻ വാഷ്റൂമിലേക്കാണ് പോകുന്നത്. ഐ ഗോ ടു ദ വാഷ്റൂം, അല്ലെങ്കിൽ ഐ ഗോ ടു ദ ബാത്റൂം. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ഐ ബ്രഷ് മൈ ടീത്ത്, ഞാൻ എൻ്റെ പല്ല് തേക്കുന്നുണ്ട്. ഐ വാഷ് മൈ ഫേസ്, ഞാൻ എൻ്റെ മുഖം കഴുകുന്നുണ്ട്. പിന്നെ ഐ ഡ്രൈ മൈ ഫേസ്, ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് ഉണക്കുന്നുണ്ട്. ചിലപ്പോൾ അതെന്താ വെച്ചിട്ടായിരിക്കാം, ഐ ഡ്രൈ മൈ ഫേസ് വിത്ത് ടവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം, ഇങ്ങനെയൊക്കെ അല്ലെ. പിന്നെ എന്താ ചെയ്യുന്നത്, ദെൻ ഐ പ്രേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐ റിസൈറ്റ് ഖുറാൻ, ഞാൻ ഖുർആൻ ഓതുകയാണ്. ഐ മെഡിറ്റേറ്റ്, ഞാൻ ധ്യാനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഐ റീഡ് ബുക്സ് ഓർ ഐ റീഡ് ന്യൂസ് പേപ്പർ, ഞാൻ ന്യൂസ് പേപ്പർ പൊതുവെ വായിക്കുന്നത് കുറവാണ്. ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് ഏത് പുസ്തകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ തൽക്കാലം പൊതുവെ എല്ലാവർക്കും ആവശ്യമുള്ള അർത്ഥത്തിൽ പറയുകയാണ്. ഐ റീഡ് ബുക്ക്, ഞാൻ പുസ്തകം വായിക്കുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തത്, ഐ ഓപ്പൺ ചെയ്തിട്ടാണല്ലോ പുസ്തകം വായിക്കുന്നത്. അപ്പൊ ഞാൻ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും നമ്മളിങ്ങനെ ചുമ്മാ പറഞ്ഞു നോക്കുക. ആദ്യം നമ്മൾ പുസ്തകം എടുക്കും അല്ലെ. ഐ ടേക്ക് മൈ ബുക്ക്, ഐ ടേക്ക് ഇന്ന പുസ്തകം എന്ന് നമുക്ക് പറയാൻ തോന്നും. ഐ ടേക്ക് ദ ആൽക്കമിസ്റ്റ് ബുക്ക്, ദ ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകം ഞാൻ എടുക്കുന്നു. ഐ ഓപ്പൺ ദ ബുക്ക് ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകം ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഐ റീഡ് ദ ആൽക്കമിസ്റ്റ്, ഞാൻ ദ ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകം വായിക്കുന്നു. പിന്നെയോ ഐ തിങ്ക് ഓഫ് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഐ റൈറ്റ് സംതിങ് അല്ലെങ്കിൽ ഐ റൈറ്റ് സം പോയിന്റ്സ് ഫ്രോം ഇറ്റ്, ഞാൻ ചില പോയിന്റുകൾ എനിക്ക് അതിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഐ ഗെറ്റ് സം ടേക്ക് അവേസ് ഫ്രം ദാറ്റ്, എനിക്ക് അതിൽ നിന്ന് ചില തിരിച്ചറിവുകൾ കിട്ടി, വിസ്ഡം കിട്ടി. ഞാൻ അതെന്ത് ചെയ്തു, ഐ റൈറ്റ് ഇറ്റ്, ഞാൻ അത് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ക്ലോസ് ദ ബുക്ക്, ഞാൻ പുസ്തകം അടച്ചു. ഞാൻ അവിടെ ഇടാൻ പറ്റുമോ, എവിടെയെങ്കിലും കൃത്യമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം അല്ലെ. ഐ പുട്ട് ദ ബുക്ക് ഇൻ ദ ഷെൽഫിനകത്ത് വെച്ചു. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഐ ഓപ്പൺ ദ ഷെൽഫ്, then I put my book, or then I put alchemist, then close, എന്താ ചെയ്യുന്നത്, then means പിന്നീട് എന്നാണ്. I close the shelf, ഞാൻ ഷെൽഫ് അടയ്ക്കുന്നു. ഇങ്ങനെ ഈ കാര്യം ചെയ്തു കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്താ, ഐ ഡിഡ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പാസ്റ്റ് ആയി, അങ്ങനെ വേണ്ട. അപ്പൊ തൽക്കാലം ഞാൻ ഓൺ ദ സ്പോട്ടിലാണോ പറയുന്നത്. ഐ ഡു മൈ എക്സസൈസ്, ഞാൻ എൻ്റെ എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെ മതി. ഐ ഡു മൈ എക്സസൈസ്. അത് കഴിഞ്ഞിട്ടോ ഐ ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈംസ്. ഐ ടേക്ക് റെസ്റ്റ്, ഞാൻ എന്താ ചെയ്യുന്നത്, കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നു. ഫോർ സം ടൈംസ്, കുറച്ച് സമയത്തേക്ക് ഞാൻ റെസ്റ്റ് എടുക്കുന്നു. പിന്നെയോ ഐ ലിസൺ ടു മ്യൂസിക്, ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയും കൂടെ വേണമെങ്കിൽ പറയാട്ടോ, ഐ ലിസൺ ടു മ്യൂസിക് ഫോർ സംടൈംസ് or for relaxing, എങ്ങനെ വേണമെങ്കിലും പറയാം. FOR മീൻസ് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ റിലാക്സേഷൻ അല്ലെങ്കിൽ ഫോർ റിലാക്സേഷന് വേണ്ടിയിട്ട്, കുറച്ചൊരു ആശ്വാസത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഐ ലിസൺ ടു മ്യൂസിക്. മ്യൂസിക് പറഞ്ഞാൽ പോരാ, ലിസൺ വരുമ്പോൾ മാത്രം നമ്മൾ ഒരു ടു ചേർക്കേണ്ടതുണ്ട്. അത് അങ്ങനെയാണ് അതിന്റെ യൂസേജ്. ഓക്കെ, ഐ ലിസൺ ടു മ്യൂസിക് ഫോർ റിലാക്സിങ്, ഓർ ഇങ്ങനെ പറയാം, ഐ ലിസൺ ടു മ്യൂസിക് ഫോർ റിലാക്സേഷൻ, അങ്ങനെ പറയാം. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ഐ പ്രിപ്പയർ ഫുഡ്, ഞാൻ ഫുഡ് തയ്യാറാക്കുന്നു. ആൻഡ് എന്താ പറയുന്നത്, ഐ ഈറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ രാവിലത്തെ കാര്യമാകുമ്പോൾ എന്തായിരിക്കും, അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലെ, പ്രാതൽ. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം. പിന്നെയോ, അപ്പൊ എന്താണ്, ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ടാകും, പ്ലേറ്റ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. ഐ വാഷ് മൈ പ്ലേറ്റ്സ്, അങ്ങനെ പറയാം. പിന്നെയോ ഐ ക്ലിയർ ദ കിച്ചൺ എന്ന് പറയാം. പിന്നെ അടുത്ത പരിപാടി എന്താ, അതൊക്കെ കഴിഞ്ഞാൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകണം, വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെളിയിലേക്ക് പോകണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പറയുന്നത്, ഐ ഗെറ്റ് റെഡി ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, ഐ ഗെറ്റ് റെഡി ഫോർ പ്രിപ്പയറിങ് ടു ഗോ ടു സ്കൂൾ അല്ലെ, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഐ ഗെറ്റ് റെഡി, ഞാൻ തയ്യാറാവാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞു, ദെൻ ഐ
എന്താ പറയുന്നത്, ഐ പുട്ട് ഓൺ മൈ ഡ്രസ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ് അർത്ഥം. വെയർ ഉണ്ടല്ലോ, WEAR, വെയർ, ധരിക്കുക. വിയർ എന്നല്ല, വെയർ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. വെയർ, ഐ വെയർ ഡ്രസ് എന്നുള്ളതിന് പകരം നമുക്ക് പുട്ട് ഓൺ പറയാം. ധരിക്കുന്നു. ഐ പുട്ട് ഓൺ മൈ ഡ്രസ് അങ്ങനെ പറയാം. പിന്നെന്താണ്, പിന്നെ അയേൺ മൈ, പുട്ട് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഷെൽഫിൽ നിന്ന് അത് എടുത്തിട്ടുണ്ടാവൂലേ. ഐ ടേക്ക് മൈ ഡ്രസ് ഫ്രോം ദ ഷെൽഫ് അൽമിറാന്നോ ഒരു വോട്ടെവർ, നമ്മൾ എവിടെ നിന്നാണോ അത് എടുത്തത് അത് പറയാം. എന്നിട്ട് പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതും കൊണ്ട് പോകുന്നുണ്ട് വാഷ്റൂമിലേക്ക് പോയിട്ട് നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ആകും അല്ലെ. ഐ ടേക്ക് എ ഷവർ, ഞാൻ കുളിക്കുന്നു. ഐ ടേക്ക് എ ഷവർ. ഒരു ഐ ടേക്ക് എ ബാത്ത് എന്നും പറയാം കേട്ടോ, ഞാൻ കുളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ഡ്രസ്സപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, അതൊന്ന് അയൺ ചെയ്യുമായിരിക്കും അല്ലെ. സോ ഐ അയൺ മൈ ഡ്രസ് അങ്ങനെ പറയാം. പിന്നെ ഐ പുട്ട് ഓൺ മൈ ഡ്രസ്. പിന്നെ അത് കഴിഞ്ഞാൽ ഐ എന്താ പറയുന്നത്, ഐ ഗെറ്റ് റെഡി ഫോർ ഗോയിങ് ടു സ്കൂൾ. ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ സ്കൂളിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളായി, അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതുപോലെ പറയാം. ദെൻ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം പറയാം, രാത്രി കിടന്നുറങ്ങുന്നിടം വരെ പറയാം. എന്ത് കാര്യം നമ്മളിങ്ങനെ മനസ്സിൽ പറഞ്ഞു നോക്കുക. എപ്പോഴും എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ മലയാളത്തിൽ ചിന്തിക്കല്ലേ, ഇംഗ്ലീഷിൽ ചിന്തിക്കേ. ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ്സ് അറിയണ്ടേ, അത് ഇമ്പോർട്ടൻ്റാ. സോ നമ്മൾ അറിയില്ല എന്നുള്ളത് നമ്മുടെ തെറ്റായ ധാരണ. നമുക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ വേർഡ്സ് തീർച്ചയായിട്ടും അറിയാം. നിങ്ങക്ക് അറിയാതെ എന്തായിരിക്കും എന്നറിയോ, ഇതിപ്പോ നാളെ നടക്കുകയാണെങ്കിൽ എങ്ങനെയാ പറയാ, ഇന്നലെ നടന്നതിന് എന്താ പറയാ, ആ ഇപ്പൊ തൊട്ട് മുമ്പ് അങ്ങോട്ട് കഴിഞ്ഞതിന് എന്താ പറയാ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിന് എന്താ പറയാ. ഇങ്ങനത്തെ കുറച്ച് ടെൻസസ് ഉണ്ട്. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പേരൊക്കെ കടുകെട്ടിയാണ് അല്ലെ. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഓരോ കാലങ്ങൾ, കഴിഞ്ഞു പോയത്, ഇപ്പൊ നടക്കുന്നത്, വരാനിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലൂടെയൊക്കെ പോകുമ്പോൾ എങ്ങനെയൊക്കെയാ ഓരോ വാക്കുകളെ പറയുക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാറ്റിന്റെയും മെയിൻ വേർബ്, പ്രധാനപ്പെട്ട ക്രിയ, ഇൻഫിനിറ്റീവ്, വേർബ് 1, V1 എന്നൊക്കെ നമുക്ക് പറയാം. അതെല്ലാവർക്കും അറിയാം. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് അറിയാമോ? നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വേർബ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ഒരു വോയിസിൽ വരാം. ഇസ് ദെയർ എനിബഡി ഫോർ റെസ്പോണ്ടിങ്? ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് അറിയാവുന്നത്, ബേസ് ഫോം, പോവുക, കാണുക, പറയുക, ചെയ്യുക, ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് എന്താണ്, വേർബ്സ് ആണ്. ഇതൊക്കെ ഇതിൽ എല്ലാം ഒന്നും അറിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ വേണ്ടത് നമുക്ക് അറിയാം. നമ്മൾ അത് വെച്ചിട്ട് സംസാരിച്ച് തുടങ്ങാം. ഉള്ള വേർഡ്സ് വെച്ചിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അതിനകത്ത് ആൾട്രേഷൻ ചെയ്യാം. അത് പിന്നെ എന്താക്കാം, വരും. ഹു ഇസ് ദാറ്റ്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആണോ? ഹലോ, ക്ലിയർ അല്ലല്ലോ. ഹലോ, ഓക്കെ. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾക്ക് അറിയാം. എന്തൊക്കെ അറിയാമെന്നറിയോ? ആലോചിച്ച് നോക്കൂ. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നിടം വരെയുള്ള കുറച്ച് മലയാളം വേർബ്സ്, ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ പറയാം. അതിന്റെ വേർബ്സ് ഒക്കെ ഇംഗ്ലീഷിൽ മിക്കവാറും നിങ്ങൾക്ക് അറിയില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണ അറിയില്ല എന്നാണ്, ബട്ട് നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെ അറിയാം? എഴുന്നേൽക്കുക എന്നുള്ളതിന് വേക്കപ്പ്. ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും പലതും നിങ്ങൾക്ക് അറിയാം. അത് വെച്ച് നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വേക്കപ്പ്, ഉണരുക. പിന്നെ നമ്മള് കുളിക്കുക, ടേക്ക് എ ബാത്ത് അല്ലെങ്കിൽ ടേക്ക് എ ഷവർ അങ്ങനെ പറയാം. പിന്നെ പല്ല് തേക്കുക, ബ്രഷ് മൈ ടീത്ത് ഓർ ബ്രഷ് ദ ടീത്ത്. മൈൻ തന്നെയാണ്, നമ്മൾ നമ്മുടെ പല്ല് തന്നെയാണല്ലോ തേക്കുന്നത് അല്ലെ. ബ്രഷ് മൈ ടീത്ത് എന്ന് പറയാം. പിന്നെയോ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാറില്ല, കട്ട്, മുറിക്കുക. അരിയുക എന്നുള്ളതിന് ചോപ്പ്. അതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ വലിയ കഷണങ്ങളായിട്ട് നമ്മൾ അരിയുന്നതിന് കട്ട് എന്നാ പറയാം, മുറിക്കുക. എന്നാൽ ചോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അരിയലാണ്, കുനുകുനയായിട്ട് നമ്മൾ അരിയില്ലേ, അതിനാണ് നമ്മൾ ചോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ, ഓക്കെ. അതുപോലെ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടിക്കുക. ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേർഡ് കിട്ടുന്നുണ്ട് അല്ലെ. ഡ്രിങ്ക്, കുടിക്കുക. കഴിക്കുക, ഈറ്റ്. കുറച്ചും കൂടെ നല്ലതായിട്ട് നമ്മൾ ഇച്ചിരിയും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള വേർഷൻ ഹാവ് ആണെന്ന് തോന്നുന്നു. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്, പക്ഷെ നമ്മൾ കഴിക്കുക എന്നുള്ളതിനും ഹാവ് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുക, കുടിക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നടക്കുക, വാക്ക്. എടുക്കുക, ടേക്ക് അല്ലെ. പോവുക, ഗോ. വരുക, കം. പിന്നെന്താണ്? ചിന്തിക്കുക, തിങ്ക്. വിളിക്കുക, ഫോൺ വിളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ, കോൾ.
കോൾ ചെയ്യുക. ഇപ്പൊ ചാറ്റ് ആണ് അല്ലെ, വാട്സാപ്പിലും മറ്റേ സോഷ്യൽ മീഡിയാസിലൊക്കെ ചാറ്റ് ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് ചെയ്യലുണ്ട്, ടെക്സ്റ്റിംഗ്, ടെക്സ്റ്റ്. പിന്നെ എന്താ ചെയ്യുക നമ്മള്, ഇമോജി, പുട്ട് ഇമോജി ഇടുന്നു, ഇങ്ങനെയും ചെയ്യാറുണ്ട്. ചിലർ റിയാക്ഷൻസ് ഇടും, പുട്ട് റിയാക്ഷൻസ്. പുട്ട് എന്ന് പറഞ്ഞാൽ ഇടുക, വെക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പൊ പുട്ട്. ഇനി ധരിക്കുക എന്നുള്ളതിന് വെയർ എന്ന് പറയാം. അതോടൊപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ ഫ്രേസൽ വേർബ് ആയിട്ട് ബെറ്റർ ആയിട്ട് പറയുന്നത് പുട്ട് ഓൺ ആണ്. പുട്ട് ഓൺ, ധരിക്കുക, അങ്ങനെ പറയാം. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയാലോ, അല്ലെങ്കിൽ ഇതിൽ പലതും എനിക്ക് അറിയാലോ എന്ന് ചിന്തിക്കുന്നില്ല നിങ്ങൾ. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന്, ഓർമ്മിക്കുക, റിമെമ്പർ. മറക്കുക, അതും സ്വാഭാവികമായിട്ട് ഓരോ ദിവസവും അല്ലെ, അയ്യോ ഞാനത് മറന്നുപോയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോർഗെറ്റ്, മറക്കുക, ഇങ്ങനെ. അതുപോലെ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്, എഴുതുക, വായിക്കുക എല്ലാവർക്കും അറിയാലോ. എഴുതുക റൈറ്റ് ആണ്, വായിക്കുക റീഡ് ആണ്, അല്ലെ. ഇതുപോലെയൊക്കെ. പ്രാർത്ഥിക്കുക. നമ്മൾ മിക്കവാറും എല്ലാവരും അവനവന്റെ മതവിശ്വാസികളായ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് ദൈവത്തോടായാലും ഏത് സമ്പ്രദായത്തോടായാലും പ്രാർത്ഥന നടക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. പിന്നെയോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലരൊക്കെ, കുട്ടികളൊക്കെ കൂടുതലായിട്ടില്ലെങ്കിലും മുതിർന്നവർക്കിടയിലൊക്കെ മെഡിറ്റേഷനും ഉണ്ടാകും. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം ആണ്, നൗൺ ആണ്. ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയായിട്ട് അത് വരണമെങ്കിൽ മെഡിറ്റേറ്റ് എന്ന് പറയാം, മെഡിറ്റേറ്റ്, അങ്ങനെ. പിന്നെ ലിസൺ ടു മ്യൂസിക്, മ്യൂസിക് കേൾക്കുന്നതിന് നമ്മൾക്ക് അങ്ങനെയാട്ടോ പറയേണ്ട. പിന്നെ എന്താ പറയുന്നത്, എഴുതുക എന്നുള്ളതിന് റൈറ്റ് എന്ന് പറഞ്ഞതുപോലെ സ്ക്രൈബിങ് ചെയ്യാന്നും പറയാറുണ്ട്. ഇച്ചിരി കൂടെ റിഫൈൻഡ് വേർഷൻ ആണ് സ്ക്രൈബിങ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കൂടുതലായിട്ട് എന്നും പഠിക്കുക. ഒരുപാട് പുതിയ പുതിയ വൊക്കാബുലറി. നിങ്ങൾ മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ട എന്താ അറിയോ, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് കുറേ വേർബ്സ് ആണ്, ചെയ്യുന്ന പ്രവൃത്തികൾ. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഒറ്റയ്ക്ക് പറയാൻ മാത്രമല്ല, ഇനി വേറെ ആരോടെങ്കിലും നമുക്ക് സംസാരിക്കണമെങ്കിലും അതിനിപ്പോ പാസ്റ്റോ പ്രസന്റോ ഒന്നും ആക്കിയിട്ടില്ല എന്ന് വെച്ചോളൂ, എന്നാലും നമുക്ക് വേറെ നാട്ടിലുള്ള ആളുകളോട് പോലും ഇംഗ്ലീഷ് മാത്രം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ബേസ് ഫോമേ അറിയുള്ളൂ എന്ന് വിചാരിക്കുക. പോവുക എന്നുള്ളതിന് ഗോ എന്നാണല്ലോ, അല്ലെ. പോയി എന്ന് പറയാൻ വെന്റ് ആണ്. പോകും എന്നുള്ളതിന് വിൽ ഗോ എന്നാണ്. പക്ഷെ ഇങ്ങനെയൊന്നും അറിയില്ലെങ്കിലും ഗോ എന്നുള്ള ഒറ്റ വാക്ക് വെച്ചിട്ട് നമ്മൾ ജീവിക്കും. മലയാളി അങ്ങനെയാണ് അല്ലെ, ജീവിക്കും. പോ പോ എന്ന് പറയാൻ വേണ്ടിട്ട് ഗോ 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 ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വരൂ, ഇങ്ങോട്ട് വാ എന്നൊക്കെ ഉള്ളതിന് കം ഹിയർ എന്നാണ്. കം ഹിയർ എന്നാണ്. അപ്പൊ ഹിയർ ഒന്നും പറയാൻ അപ്പൊ കിട്ടിയില്ല. പക്ഷെ കം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. കം 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 എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബാക്കി ആക്ഷൻ മതി. ഇവിടേക്ക് വാ എന്നുള്ളതിന് ആക്ഷൻ കാണിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഇരിക്കൂ എന്നുള്ളതിന് സിറ്റ്, ഇവിടെ ഇരിക്കൂ എന്നുള്ളതിന് സിറ്റ് ഹിയർ എന്നാണ് പറയേണ്ടത്. ഇനിയിപ്പൊ ഹിയർ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും ആ ഒരു പ്രധാനപ്പെട്ട വേർബ് സിറ്റ് എല്ലാവർക്കും അറിയാലോ. സിറ്റ് സിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണോ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ചൂണ്ടിക്കാണിച്ചാൽ മതി. ഇനി എടുക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം എടുക്കാനാണെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കൂ എന്നാണെന്ന് വിചാരിച്ചോളൂ. ന്യൂസ് പേപ്പറിന് നമുക്ക് അറിയാം, ന്യൂസ് പേപ്പർ എന്നാ പറയാ. ടേക്ക് ന്യൂസ് പേപ്പർ, സിമ്പിൾ അല്ലേ, ഇത്രയും സിമ്പിൾ ആണ്. ടേക്ക് ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പർ എടുക്കൂ എന്ന് പറയാം. എടുക്കുക, എടുക്കുന്നു എന്നൊക്കെ പറയാനും എടുക്കാറുണ്ട് എന്ന് പറയാനും ടേക്ക് ആണ്. അതുപോലെ തന്നെ എടുക്കൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കാനും ടേക്ക് തന്നെ മതി. ഇത്ര സിമ്പിൾ ആണ്. നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കളുടെ അടുത്ത്, പാരന്റ്സ് ആണെങ്കിൽ വിദ്യാർത്ഥികളുടെ അടുത്ത്, അധ്യാപകര് വിദ്യാർത്ഥികളുടെ അടുത്ത്, നിങ്ങൾക്കൊക്കെ പരസ്പരം, ഇപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് പരസ്പരം, അതുപോലെ തന്നെ നിങ്ങളുടെ സിബ്ലിങ്സ്, സഹോദരങ്ങൾ പരസ്പരം ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അധികം വേർഡ്സ് ഇല്ല വിചാരിച്ചോളൂ. അപ്പൊ കളിക്കാൻ വാ അല്ലെ, നമ്മളെ കുട്ടികളാവുന്ന സമയത്ത് കളിക്കാൻ വാ അല്ലെ, കം ആൻഡ് പ്ലേ എന്നാണ്. അപ്പൊ അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ കം കം പ്ലേ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പിടിച്ചു നിൽക്കാൻ വേർബ്സ് കിട്ടിയാൽ മതി. അവശ്യം വേണ്ടതാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വേർബ്സ് എന്തൊക്കെയാ നിങ്ങൾ മലയാളത്തിൽ ചിന്തിച്ചു നോക്കുക. എന്തൊക്കെയാണ്? പോവുക, വരിക, ഇരിക്കുക, പാടുക, പറയുക, നൃത്തം ചെയ്യുക, ചിന്തിക്കുക, മറക്കുക, ഓർമ്മിക്കുക, അല്ലെ, കളിക്കുക, വിളിക്കുക, എടുക്കുക, വെക്കുക, പോവുക, നൽകുക, കൊടുക്കുക, അല്ലെ. ഇങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ നമ്മൾക്ക് ആവശ്യമുള്ളത്, നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചാൽ മതി ഏതൊക്കെ വേർഡ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് പ്രധാനമായിട്ടും സംസാരിക്കാൻ. ഈ വേർഡ്സിന്റെ ഒക്കെ ഇംഗ്ലീഷ് വേർബ് എന്താണെന്ന് കണ്ടെത്തിയാൽ മതി. അതിൽ മിക്കവയും നിങ്ങൾക്ക് അറിയുന്നവയായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ച് തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്രയാണോ മിനിമം നിങ്ങളുടെ കയ്യിലുള്ള വെക്കാബുലറി, അത് വെച്ച് സംസാരിച്ച് തുടങ്ങാം. ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാൽ മതി. ഓക്കെ, ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചാലും, ഒന്നും സ്റ്റാർട്ട് ചെയ്യാണ്ടിരുന്നാലും, തെറ്റിക്കാൻ തയ്യാറല്ലാതിരുന്നാലും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കില്ല. സോ
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഈസ് ദർ എനിബഡി റെഡി ഫോർ റെസ്പോണ്ടിങ്? ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഈ ഒരു കാര്യങ്ങൾ പിന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കേൾപ്പിച്ചാൽ മതി. ഓക്കെ, ശരി എന്നാ. ശരി ശരി. സോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തോരം വേർബ്സ് അറിയാം, ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളുണ്ട്, എന്തൊക്കെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യും, അലക്കുക എന്നുള്ളതിനും കഴുകുക എന്നുള്ളതിനും വാഷാണ് കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്യും, വൃത്തിയാക്കും, അടിച്ചു വാരും, സ്വീപ്പ് ചെയ്യും, അല്ലെ? ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രവൃത്തികൾ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. മലയാളത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഒരു ഇംഗ്ലീഷിൽ നോട്ട് ചെയ്ത് നോക്കുക, ഏത് വേണമെങ്കിലും ചെയ്യാം. കിട്ടാത്ത വേർഡ്സ് ഒന്ന് ഗൂഗിൾ, ഇപ്പൊ നമ്മുടെ വിരൽത്തുമ്പിലാണ് എല്ലാ നോളജും ഉള്ളത്, നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ അത് എഴുതി വെക്കുക, ഉപയോഗപ്പെടുത്തി തുടങ്ങിയാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. ക്ലിയർ? അത് കറക്റ്റ് ചെയ്യാനും ഗ്രാമർ മിസ്റ്റേക്സ് തിരുത്തലും അടുത്ത സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് വെച്ചിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങാം. സോ യു ഹാവ് ടു ഡു ദാറ്റ്. ആൻഡ് ഞാൻ അപ്ലോഡ് ചെയ്യണം മുറയ്ക്ക് കമന്റ് ബോക്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പരമാവധി കുഞ്ഞു കുഞ്ഞു വേർഡ്സ് മതി. ചിലരെന്താ ചെയ്യുക അറിയാം, ഒരുപാട് വലിയ വലിയ കടിച്ചാ പൊട്ടാത്ത വലിയ വേർഡ്സ് ഒക്കെ തിരയാൻ വെക്കും, ഒരുപാട് വലിയ വൊക്കാബുലറി ഉണ്ടാക്കാൻ പോകും. നിങ്ങൾ ചെറുതിൽ നിന്ന് പഠിച്ചു തുടങ്ങിയാൽ മതി. ചെറുതിൽ നിന്നാണ് നമ്മൾ വലുത് പഠിക്കുന്നത്. അല്ലാതെ വലുത് വെച്ചാൽ നമ്മൾ പകുതിക്ക് ഇട്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇംഗ്ലീഷ് പഠനമാവട്ടെ, ഏത് പഠനമാവട്ടെ, ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങുക. ബേസ് കറക്റ്റ് ആയ ബാക്കിയെല്ലാം കറക്റ്റ് ആയിക്കോളും. ആദ്യം നമ്മുടെ ബേസ്മെന്റ് സെറ്റ് ആക്കുക, ക്ലിയർ ആക്കുക, ബാക്കി റൂട്ട് ക്ലിയർ ആയ എല്ലാം കറക്റ്റ് ആവും. സോ നമുക്ക് അടുത്ത സൺഡേ മറ്റൊരു വിഷയമായിട്ട് കാണാം. പരമാവധി എല്ലാവരും യൂട്യൂബിൽ കണക്ട് മീൻസ് സൂമിൽ കണക്ട് ആവാൻ ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് സൺഡേ വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.